അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ 10 പദവികൾ ഉയർത്തപ്പെടുന്ന 10 പദവികൾ നമുക്ക് കിട്ടുന്ന, നമ്മൾ ദിവസവും പാരായണം ചെയ്യേണ്ട സൂറത്ത് പരിചയപ്പെടുത്തി തരാം. ഖുർആനിലുള്ള 10 സൂറത്തുകൾ, കുഞ്ഞു കുഞ്ഞു സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും, ഇരുലോക വിജയം നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. അതിനു മുന്നേ പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് ഖുർആനിൻ്റെ മഹത്വം പറഞ്ഞു തരാം. അള്ളാഹു ജല്ല ജലാലുഹു അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പരിപാവന ഗ്രന്ഥമാണ് നമ്മുടെ ഖുർആൻ. അതാണ് ഖുർആൻ. സമുദ്രം കണ്ടു എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ സമുദ്ര ജലനിരപ്പിൻ്റെ ഒരു ചെറിയ അറ്റം മാത്രമാണ് കണ്ടത്. ഖുർആനുമായുള്ള പലരുടെയും പരിചയം ഇത്തരത്തിലാണ്. ഖുർആനിൻ്റെ അകപ്പൊരുളുകളുടെ ആയിലെത്തിയ മഹാനായ അലി റളിയല്ലാഹു അൻഹു ബിസ്മിയിലെ ബി എന്ന അക്ഷരത്തിന് 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാവുന്നത്ര വിശദീകരണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നത് നോക്കുക: നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക. ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമായും മുസ്ലിങ്ങൾക്ക് മാർഗദർശനമായും കാരുണ്യവും സന്തോഷ വാർത്തയും ആയിട്ടാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. പക്ഷേ ഇത് മഹത്വമേറിയ ഖുർആൻ ആകുന്നു. സുരക്ഷിതമായ ഒരു ഫലകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊരു സ്തുതിക്കും യഥാർത്ഥ അർഹൻ അള്ളാഹു മാത്രമാണ്. ആ സ്തുതിക്ക് മുമ്പിൽ വാക്കുകളും പേനകളും അശക്തമാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകവർക്കും അനുഗ്രഹിയാണ്. ഇഹത്തിലെ വഴികാട്ടിയാണ്. അന്ത്യനാളിലെ ഒരേയൊരു പ്രതീക്ഷ അവിടുത്തേക്ക് കരുണ പേമാരി ചൊരിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ എന്നതാണ്. പരമപാപിയും പ്രതീക്ഷിക്കുന്നു. രക്ഷപ്പെടുത്താൻ ഒരു നേതാവുണ്ടെന്ന്. പ്രപഞ്ചം ത്യജിച്ച സ്വഹാബ അള്ളാഹു അവർക്ക് റഹ്മത്ത് വാരിക്കൊടുക്കട്ടെ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെയും ആശ്വാസത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുത്ത ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ലോക സ്ത്രീകളുടെ നേതാവ് പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും സന്മൃത്തകർക്കൊരുക്കിയ സ്വർഗ പൂങ്കാവനത്തിൽ വെച്ച് കണ്ടുമുട്ടാനും ഒന്നിച്ചു ചേരാനും പരമകാരുണ്യൻ ഭാഗ്യം തരട്ടെ. ആകാശം പടച്ച റബ്ബ് ഇന്ദ്രിയത്തുള്ളിയെ പരിവർത്തനം നടത്തി സംസാരിക്കുന്ന മനുഷ്യനാക്കിയ റബ്ബ് വിജയത്തിൻ്റെ വഴികളായി പരിശുദ്ധ ഖുർആനും അവൻ്റെ സന്ദേശം വിവരിച്ചു തരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നമുക്കേകി. ഇതാണ് നമ്മുടെ ആശ്വാസ കേന്ദ്രം, അഭയസ്ഥാനം. വിശ്വാസത്തോടെ, നിറഭക്തിയോടെ, അതീവ താഴ്മയോടെ, അതിരില്ലാത്ത പ്രതീക്ഷയോടെ ഈ കൃതി ഉപകാരപ്പെടുത്തുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട പ്രധാനപ്പെട്ട 10 സൂറത്തുകളും അത് പതിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും പരിചയപ്പെടുത്തി തരാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 10 എണ്ണത്തെ തടുക്കും. ഫതഹ് സൂറത്ത് റബ്ബിൻ്റെ കോപത്തെ തടുക്കും. നമ്മുടെ ജീവിതം വിജയിക്കും, സമ്പത്ത് വർദ്ധിക്കും. ഇത് പതിവാക്കുക. നമുക്ക് ഒരാഗ്രഹങ്ങൾ നടക്കാനുണ്ടെങ്കിൽ ഫതഹ് സൂറത്ത് മുഖേന നമുക്ക് നടത്താൻ കഴിയും. ഒരു വിഷമഘട്ടത്തിൽ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിൽ നമുക്ക് ഫതഹ് സൂറത്ത് ഓതി ദുആ ചെയ്യാം. യാസീൻ സൂറത്ത് അന്ത്യനാളിലെ ദാഹത്തെ തടുക്കും. ദുഹാൻ സൂറത്ത് അന്ത്യനാളിലെ ഭയാനതകളെ തടുക്കും. വാഖിഅ സൂറത്ത് ദാരിദ്ര്യത്തെയും പ്രാരാബ്ദങ്ങളെയും തടുക്കും. അതുകൊണ്ട് വാഖിഅ സൂറത്ത് പതിവാക്കുക. മുൽക്ക് സൂറത്ത് ഖബർ ശിക്ഷയെ തടുക്കും. കൗസർ സൂറത്ത് എതിരാളികളെ ഉത്തരം മുട്ടിക്കും. കാഫിറൂൻ സൂറത്ത് മരണഘട്ടത്തിൽ ഈമാൻ തെറ്റുന്നതിനെ തടയും. ഇഖ്ലാസ് സൂറത്ത് കാപട്യം തടുക്കും. ഫലക്ക് അസൂയക്കാരുടെ അസൂയയെ തടുക്കും. നാസ് സൂറത്ത് വസ്വാസിനെ തടയും. അതുകൊണ്ട് ഇത്തരം സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യം പതിവാക്കുക, ധാരാളം അധികരിപ്പിക്കുകയും ചെയ്യുക. ഈ സൂറത്തിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.